ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ മണി ബ്ലോക്ക് മാറാനും സമ്പത്ത് നമ്മളിലേക്ക് വരാനുമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ മാസ വരുമാനത്തിൽ നിന്നും ഒരു 10% എല്ലാ മാസവും ചാരിറ്റി കൊടുക്കുക. അത് അർഹതയുള്ളവർക്ക് കൊടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മാസ വരുമാനത്തിൽ നിന്നും ഒരു തുക മാറ്റി വെച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് പണമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റി നമുക്ക് ആവശ്യത്തിലധികം പണം എൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. പിന്നെ ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, നീ പാവപ്പെട്ടവനല്ലേ, അല്ലെങ്കിൽ നീ പണക്കാരനൊന്നും അല്ലല്ലോ, ഈ വലിയ സാധനങ്ങൾ നിനക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തുന്ന ചില ആളുകളുണ്ട്. അവരെ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാനായിട്ട് നമ്മൾ ഈ മണി അഫർമേഷൻസ് രാവിലെ ഉണർന്നാൽ ഉടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കേൾക്കുക. പിന്നെ കൂടെ കൂടെ അഫർമേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ തോട്ട് നമുക്ക് പണമില്ല എന്ന തോട്ട് വരുമ്പോഴെല്ലാം നമ്മൾ ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമ്മളെ പുതിയൊരു അവസ്ഥയിലേക്ക് മാറ്റും. പിന്നെ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുക. നിങ്ങൾക്ക് സ്കില്ലുകൾ കുറവാണെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മാസം വരുമാനത്തിൽ നിന്നും ഒരു തുക എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടാനും അത് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് എഴുതി വെക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. പിന്നെ ഉള്ളത്, നിങ്ങളെ ചെറുതായിട്ട് കാണരുത്. നിങ്ങളെ എപ്പോഴും നിങ്ങൾ വലുതായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ പണം ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി കൊടുക്കണം, വിഷമിച്ച് കൊടുക്കരുത്. പിന്നെ നമുക്ക് പണം ലഭിക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വാങ്ങുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇല്ലായ്മയിലേക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇനി എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് വന്നു ചേരുന്നത്. നമ്മൾ ഇല്ലായ്മയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഇല്ലായ്മ വന്നു ചേരും. നമ്മൾ സമ്പത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് സമ്പത്ത് വന്നു ചേരും. അപ്പോൾ ഉള്ള അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. പിന്നെ അപ്പോൾ കൂടുതൽ ഈ പ്രപഞ്ചം നമുക്ക് എത്തിച്ചു തരും. പിന്നെ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഇതെങ്ങനെ നടക്കും, ഇത് നടക്കുമോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങൾ യൂണിവേഴ്സ് എനർജിയിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക. അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കരിയറിനെ ബാധിക്കും. അത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ഇതെല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ പ്രാക്ടീസ് ചെയ്തിട്ട് നിർത്തിയിട്ട് പോകരുത്. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല പുതിയ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സന്തോഷമായിരിക്കുക. ഇനിയൊരു വീഡിയോയുമായി കാണാം. ബൈ.